ഈ രണ്ട് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വിജയങ്ങളെന്ന് പൂർണ്ണമാർത്ഥത്തിൽ പറയാറായിട്ടില്ല. വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചിത്രം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ട് ഫലസൂചനകളെയും താങ്കൾ വിലയിരുത്തുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ അത് NDAയിലും ഇന്ത്യ മുന്നണിയിലും ഉണ്ടാക്കുന്ന ചലനങ്ങൾ ഏത് സ്വഭാവത്തിലുള്ളതാണ്? ഇപ്പോൾ ഫലങ്ങൾ ഏതാണ്ട് ഒരു കൃത്യമായിട്ട് വ്യക്തമാണ് നമുക്ക്. അല്ലാതെ ഒരു കേവലം നമുക്ക് സ്പെക്കുലേഷന്റെ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു മതനിരപേക്ഷമായിട്ടുള്ള ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് താല്പര്യം തോന്നുന്ന തരത്തിലുള്ള ഒരു ജനവിധി ഉണ്ടായിട്ടുണ്ട്. അത് വലിയ കാര്യമാണ്, വലിയ സുപ്രധാനമായ കാര്യമാണ്. പ്രത്യേകിച്ചും കാശ്മീരിലെ സംഭവ വികാസങ്ങൾ ഇന്ന് വളരെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ. ഒപ്പം തന്നെ ഈ ഇവിടെ പറയുകയാണെങ്കിൽ ഹരിയാനയിലെ പറയുകയാണെങ്കിൽ ഹരിയാനയിൽ കോൺഗ്രസ് 35ഓളം സീറ്റുകളിലേക്ക് എത്തി. പക്ഷേ കുറച്ചുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ടുള്ള ഏകോപനവും കൃത്യമായ രാഷ്ട്രീയമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസിന് ഭരണം പിടിച്ചടക്കാമായിരുന്നു. ഇനി മുന്നോട്ടുള്ള സമയത്ത് തന്നെയാണ് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. ഈ മഹാരാഷ്ട്രയിൽ പിന്നെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള ശിവസേനയുടെ ഒരു ഭാഗമുണ്ട്, ഒപ്പം തന്നെ NCPയുടെ ഒരു ഭാഗമുണ്ട്. ആ രണ്ട് ഭാഗങ്ങളും വളരെ വലിയ രാഷ്ട്രീയമായ ശക്തിയോ പ്രസക്തിയോ രാഷ്ട്രീയമായ സാങ്കത്യമോ ഇല്ലാത്ത ആളുകളാണ്. മറിച്ച് മറുവശത്തുള്ള കോൺഗ്രസും അതുപോലെ തന്നെ ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗവും അതുപോലെ ശരത് പവാറും ചേരുന്ന വളരെ ശക്തമായ ഒരു മുന്നണിയുണ്ട്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഈ പ്രാദേശികമായ പവർ സെന്ററുകളെ ആശ്രയിച്ചുകൊണ്ടല്ല, ഇത്തരത്തിൽ ശക്തമായ ഒരു മുന്നണി രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. കാരണം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരുപാട് വിജയം ഉണ്ടാക്കാൻ പറ്റും. ഈ ചിത്രങ്ങളൊക്കെ മാറും. പിന്നെ ഈ തരത്തിലുള്ള വിലപേശാൻ പറ്റുന്ന പവർ സെന്ററുകളായ ആളുകളിൽ നിന്നും മാറി കുറെ കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളുകള്, കുറെ കൂടി കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ആളുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ലെങ്കിൽ, കാരണം അതിന്റെ ഒരു ദുരന്തമാണ് ഇതിനു മുന്നേ ഇവിടെ മധ്യപ്രദേശിലും അതിനു മുന്നേ രാജസ്ഥാനിലും കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന് സമാനമായിട്ടുള്ള സാഹചര്യം ഇപ്പൊ ഹരിയാനയിൽ ഉണ്ടായിരിക്കുകയാണ്. കാരണം BJP ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു ഹാട്രിക്ക് അവരുടെ കൈകളിലേക്ക് കോൺഗ്രസ് വെച്ചു കൊടുത്തതുപോലുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം 1965 പഞ്ചാബിനെ വിഭജിച്ച് ഹരിയാന സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ആദ്യകാലങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ വലിയൊരു ശക്തി കേന്ദ്രമായിരുന്നു ഹരിയാന. പിന്നീടാണ് BJP അവിടെ ശക്തിയായി വരികയും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി ഭരണം നേടുകയും ഇപ്പോൾ വളരെ കൃത്യമായുള്ള ആന്റി ഇൻകുംബൻസി ഉണ്ടാവുകയും ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് BJPയുടെ സർക്കാരും അപ്രിയമാവുകയും ചെയ്തൊരു സാഹചര്യത്തിൽ പോലും അവർക്ക് ഹാട്രിക് വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യയിലെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ, ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ കക്ഷികളും വലിയ തോതിലുള്ള ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അവർ കുറെ കൂടി എങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം, ജനങ്ങളുടെ ഇഷ്യൂസ് മാത്രം ഏറ്റെടുത്തുകൊണ്ട് ആ കാര്യങ്ങളിൽ അവർക്ക് മുന്നിൽ വളരെ വയബിൾ ആയിട്ടുള്ള ഒരു ബദൽ ഞങ്ങൾക്ക് കൊണ്ടുവരാനുണ്ട് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയണം. അല്ലാതെ ഇപ്പൊ ജാട്ട് വിഭാഗത്തിനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് കുറച്ച് ആളുകളെ കൂടെ കൊണ്ടുവരാന്ന് പറയുമ്പോൾ മറുവശത്ത് ജാട്ടുകൾ ഭാഗവും BJPയുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയൊന്നും ജാട്ടുകളെ പൂർണ്ണമായും ലളിതമായ ഒറ്റ ചോദ്യം ശ്രീ കെ ഷാജി, അതായത് ഇപ്പോൾ ഹരിയാനയിലെയും ജമ്മു കാശ്മീരിന്റെയും വിജയമോ പരാജയമോ, വിജയം എന്നത് ഒരു മോദി ഇഫക്റ്റ് അല്ല, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഹരിയാനയിലേത് നരേന്ദ്രമോദിക്കുള്ളതല്ല എന്ന് പറയുന്നത് പോലെ തന്നെ തോൽവിയുടെ ഉത്തരവാദിത്വം അത് രാഹുൽ ഗാന്ധിക്കുള്ളതുമല്ല എന്നാണോ വിലയിരുത്തപ്പെടുക? ലളിതമായി പറഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയാനുള്ളത്. അതൊരു രാഹുൽ ഗാന്ധി പരാജയമോ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഉൾക്കൊള്ളലിന്റെ രാഷ്ട്രീയത്തിന്റെ പരാജയമോ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. മറിച്ച് ഇത് രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ടുള്ള കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ നിലനിൽക്കുന്ന ചില സെന്റിമെന്റ്സിന്റെയും ചില താല്പര്യങ്ങളുടെയും ഒക്കെ പരാജയമായിട്ടാണ് ഇവിടെ അനുഭവപ്പെടുന്നത്.